സുഖം, ദുഃഖം, മാനം, അപമാനം, പ്രശംസ, നിന്ദ, ലാഭം, നഷ്ടം, ഇഷ്ടം, അനിഷ്ടം, ശുഭം, അശുഭം തുടങ്ങിയ പരസ്പര വിരുദ്ധ ഭാവങ്ങളാണ് ലോക സ്വഭാവത്തിന്. ഈശ്വരനിൽ സമർപ്പണം വന്നാൽ ഈ ദ്വന്ദ്വഭാവങ്ങൾ ഏകനും അനന്തസ്വരൂപനുമായ ഈശ്വരൻ്റെ ലീലയാണെന്ന് ബോധ്യമാകും. സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ അസ്തമിച്ച് അവയുടെ സ്ഥാനത്ത് ഈശ്വര സ്വരൂപമായ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതാണ് ജീവിത സാഫല്യവും. നമ്മുടെ മനോഭാവത്തിലാണ് സുഖദുഃഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് പ്രതികൂലമായി തോന്നുന്നതെല്ലാം നമുക്ക് ദുഃഖമായി അനുഭവപ്പെടും. മനസ്സിന് അനുകൂലമായതെല്ലാം സുഖമായും അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പറയുന്നത്, പൂർണ്ണവും ശാശ്വതവും സ്ഥായിയുമായ സുഖപ്രാപ്തിക്കുള്ള മാർഗം ഈശ്വരനെ ആത്മസമർപ്പണം ചെയ്യുക എന്നത് മാത്രമാണെന്ന്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. രണ്ടു തരം ആളുകൾക്ക് മാത്രമേ ആത്മജ്ഞാനം നേടാൻ കഴിയൂ. പഠനത്തിൽ ഒട്ടും ഭാരമില്ലാത്തവർ, അതായത് മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ചിന്തകളാൽ മനസ്സ് നിറഞ്ഞിട്ടില്ലാത്തവർ. എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ശേഷം തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് തിരിച്ചറിഞ്ഞവർ. ശ്രീരാമകൃഷ്ണ പരമഹംസർ. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം. ആപദ്രിഭേദടംഗഹസ്തേ നമഃ ശിവായ പാപഹാരി ദിവ്യസിന്ധുമസ്തേ നമഃ ശിവായ പാപദാരിണേ ലസന്നമസ്തേ നമഃ ശിവായ ശാപദോഷഖണ്ഡന പ്രശസ്തേ നമഃ ശിവായ ആപദ്രിഭേദടംഗഹസ്തേ നമഃ ശിവായ പാപഹാരി ദിവ്യസിന്ധുമസ്തേ നമഃ ശിവായ പാപദാരിണേ ലസന്നമസ്തേ നമഃ ശിവായ ശാപദോഷഖണ്ഡന പ്രശസ്തേ നമഃ ശിവായ.